നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. നമ്മൾ SRT സീരീസിൽ നമ്മൾ 10ാം ക്ലാസ്സിൽ നിന്നുള്ള ജോഗ്രഫിയുടെ ഭാഗത്തു നിന്നുള്ള ഏകദേശം 230ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ വീഡിയോ നോക്കിയായിരുന്നു. അതിൻ്റെ ബാക്കി വരുന്ന ക്വസ്റ്റ്യൻസ് ആട്ടോ ഇതിൽ നമ്മൾ നോക്കുന്നത്. അതായത് നമ്മൾ ഋതുഭേദങ്ങളും സമയവും അതുപോലെ കാറ്റിൻ്റെ ഉറവിടം തേടി ഈ രണ്ട് ചാപ്റ്ററിൽ നിന്നായിട്ട് ഏകദേശം 150 ക്വസ്റ്റ്യനാണ് ബാക്കിയുണ്ടായിരുന്നത്. അത് ഈ വീഡിയോ നോക്കാം കേട്ടോ. ഒന്നാമത്തെ ചോദ്യം, ചുവടെ നൽകിയിരിക്കുന്നതിൽ ഗ്രീനിച്ച് രേഖയുമായിട്ട് ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? ഗ്രീനിച്ച് രേഖയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ബന്ധമില്ലാത്ത പ്രസ്താവന അല്ലെങ്കിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ എ, ഗ്രീനിച്ച് രേഖയെ അടിസ്ഥാനമാക്കി 1 മണിക്കൂർ വീതം സമയവ്യത്യാസമുള്ള 24 സമയമേഖലകളായി ലോകത്തെ വേർതിരിച്ചിരിക്കുന്നു. ഓപ്ഷൻ ബി, പ്രൈം മെറിഡിയൻ എന്നറിയപ്പെടുന്നത് ഗ്രീനിച്ച് രേഖയാണ്. ഓപ്ഷൻ സി, 0 ഡിഗ്രി അക്ഷാംശ രേഖയാണ് ഗ്രീനിച്ച് രേഖ എന്നറിയപ്പെടുന്നത്. ഓപ്ഷൻ ഡി, 0 ഡിഗ്രി രേഖാംശ രേഖയാണ് ഗ്രീനിച്ച് രേഖ എന്ന് അറിയപ്പെടുന്നത്. ഏതാ ഇതിൽ തെറ്റായ പ്രസ്താവന ഏതാണ് ഗ്രീനിച്ച് രേഖയുമായി ബന്ധപ്പെട്ടിട്ട്? ഏതാ? ഓപ്ഷൻ സി ആണല്ലേ. 0 ഡിഗ്രി അക്ഷാംശ രേഖയാണ് ഗ്രീനിച്ച് രേഖ എന്നറിയപ്പെടുന്നത്. എന്താണ്? തെറ്റായ പ്രസ്താവനയാണ്. രണ്ടാമത്തെ ചോദ്യം, 0 ഡിഗ്രി രേഖാംശ രേഖയിൽ രാവിലെ 10 മണി ആയിരിക്കുമ്പോൾ 82.5 ഡിഗ്രി രേഖാംശ രേഖയിൽ ഇന്ത്യയിലെ സമയം എത്രയാണ്? 0 ഡിഗ്രി രേഖാംശ രേഖയിൽ രാവിലെ 10 മണി ആയിരിക്കുമ്പോൾ 82.5 ഡിഗ്രി രേഖാംശ രേഖയിൽ ഇന്ത്യയിലെ സമയം എത്രയാണ്? എത്രയായിരിക്കും? 3:30 ആണ്. ഓപ്ഷൻ സി, 3:30. എന്തുകൊണ്ടായിരിക്കും 10 മണിയായിരിക്കുമ്പോൾ ഇന്ത്യയിൽ 3:30 നമുക്കറിയാവുന്ന ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം അതുപോലെ ഗ്രീനിച്ച് സമയത്തേക്കാൾ എത്രയാ? 5.5 മണിക്കൂർ എന്തുണ്ട്? വ്യത്യാസമുണ്ട്. ആ വ്യത്യാസമാണ് ഇതിൽ പ്രകടമാകുന്നത്. ഇനി മൂന്നാമത്തെ ചോദ്യം, ഭൂമി എത്ര ഡിഗ്രി രേഖാംശ പ്രദേശം തിരിയുമ്പോഴാണ് 1 മണിക്കൂർ സമയ വ്യത്യാസം ഉണ്ടാകുന്നത്? ഭൂമി എത്ര ഡിഗ്രി രേഖാംശ പ്രദേശം തിരിയുമ്പോഴാണ് 1 മണിക്കൂർ സമയ വ്യത്യാസം ഉണ്ടാകുന്നത്? എത്രയാ? 15 ഡിഗ്രിയാണ്. ഓപ്ഷൻ ഡി, 15 ഡിഗ്രി. 14, ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതാന്ന് കണ്ടെത്താം. തെറ്റാണ് വേണ്ടത്. 1, 180 ഡിഗ്രി രേഖാംശ രേഖ മുറിച്ചു കടന്ന് കിഴക്കോട്ട് പോകുന്ന കപ്പലുകളിൽ കലണ്ടറിൽ 1 ദിവസം കുറച്ച് രേഖപ്പെടുത്തുന്നു. 2, 180 ഡിഗ്രി രേഖാംശ രേഖ മുറിച്ചു കടന്ന് പടിഞ്ഞാറോട്ട് പോകുന്ന കപ്പലിലെ കലണ്ടറിൽ 1 ദിവസം കുറച്ച് രേഖപ്പെടുത്തുന്നു. 3, 180 ഡിഗ്രി രേഖാംശ രേഖ മുറിച്ച് കടന്ന് കിഴക്കോട്ട് പോകുന്ന കപ്പലുകളിൽ കലണ്ടറിൽ 1 ദിവസം കൂട്ടി രേഖപ്പെടുത്തുന്നു. 4, 180 ഡിഗ്രി രേഖാംശ രേഖ മുറിച്ചു കടന്ന് പടിഞ്ഞാറോട്ട് പോകുന്ന കപ്പലുകളിൽ കലണ്ടറിൽ 1 ദിവസം കൂട്ടി രേഖപ്പെടുത്തുന്നു. ഇതിൽ തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്താം. ഏതാ തെറ്റ്? ഓപ്ഷൻ സി ആണ് കേട്ടോ. 2ഉം 3ഉം ആണ് എന്ത്? തെറ്റായ പ്രസ്താവനകൾ. പോസ് ചെയ്യുക, ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇനി അഞ്ചാമത്തെ ചോദ്യം, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ എത്ര മണിക്കൂർ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ എത്ര മണിക്കൂർ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? എത്രയാ? 5.5 മണിക്കൂർ മുൻപിലാണ് അല്ലെ. 5.5 മണിക്കൂർ മുൻപിലാണ്. 6, ആർദ്രതയും അന്തരീക്ഷ മർദ്ദവും ഡാഷ് ആണ്. ആർദ്രതയും അന്തരീക്ഷ മർദ്ദവും ഡാഷ് ആണ്. എന്താ? വിപരീത അനുപാതത്തിലാണ്. ആർദ്രതയും അന്തരീക്ഷ മർദ്ദവും എന്താ? വിപരീത അനുപാതത്തിലാണ്. ഏഴാമത്തെ ചോദ്യം, ഡിസംബർ 22 മുതൽ മാർച്ച് 21 വരെ സൂര്യന്റെ അയനം എങ്ങനെയാണ്? ഡിസംബർ 22 മുതൽ മാർച്ച് 21 വരെ സൂര്യന്റെ അയനം എങ്ങനെയാണ്? എങ്ങനെയാ? ദക്ഷിണായന രേഖയിൽ നിന്ന് ഭൂമധ്യരേഖയിലേക്കാണ്. ദക്ഷിണായന രേഖയിൽ നിന്ന് ഭൂമധ്യരേഖയിലേക്കാണ്. എട്ടാമത്തെ ചോദ്യം, ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഇന്ത്യയിൽ ദൃശ്യമാകുന്ന ഋതു ഏതാണ്? ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഇന്ത്യയിൽ ദൃശ്യമാകുന്ന ഋതു ഏതാണ്? ഏതാ? വർഷകാലമാണ്. ഓപ്ഷൻ എ, വർഷകാലം. 9, ഇന്ത്യയിൽ നവംബർ ഡിസംബർ മാസങ്ങളിൽ അനുഭവപ്പെടുന്ന ഋതു ഏതാണ്? ഇന്ത്യയിൽ നവംബർ ഡിസംബർ മാസങ്ങളിൽ അനുഭവപ്പെടുന്ന ഋതു
ഏതാ? ഹേമന്തകാലമാണ്. ഓപ്ഷൻ സി ഹേമന്തകാലം. 10 ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന ഋതു ഏതാണ്? ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന ഋതു ഏതാണ്? ഏതാ? ശിശിരകാലമാണ്. ഓപ്ഷൻ സി ശിശിരകാലം. 11 ജൂൺ 21 മുതൽ സെപ്റ്റംബർ 23 വരെ സൂര്യന്റെ അയനം എങ്ങനെയാണ്? ജൂൺ 21 മുതൽ സെപ്റ്റംബർ 23 വരെ സൂര്യന്റെ അയനം എങ്ങനെയാണ്? ഉത്തരായന രേഖയിൽ നിന്ന് ഭൂമധ്യരേഖയിലേക്കാണ് കേട്ടോ. ഉത്തരായന രേഖയിൽ നിന്ന് ഭൂമധ്യരേഖയിലേക്കാണ്. 12 ചുവടെ നൽകിയിരിക്കുന്നതിൽ ഭ്രമണവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതാണെന്ന് കണ്ടെത്തുക. ഭ്രമണവുമായി ബന്ധപ്പെട്ട പ്രസ്താവന. 1 ഭൂമി സ്വന്തം അച്ചുതണ്ടിനെ ആധാരമാക്കി കറങ്ങുന്നതാണ് ഭ്രമണം. 2 ഭൂമി ഭ്രമണം ചെയ്യുന്നത് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണ്. 3 രാത്രിയും പകലും ഉണ്ടാകാൻ കാരണം ഭ്രമണമാണ്. 4 ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ വേണ്ട കാലയളവ് 24 മണിക്കൂറാണ്. അപ്പോൾ ഈ 4 പ്രസ്താവനകളുണ്ട്. ഈ 4 പ്രസ്താവന എന്ത് ചെയ്യുക? വിലയിരുത്തുക. എന്താ ഇതിന്റെ ആൻസർ? 1, 3, 4 എന്താണ്? ശരിയായ പ്രസ്താവനകളാണ് കേട്ടോ. 1, 3, 4 എന്താ? ശരിയായ പ്രസ്താവനയാണ്. രണ്ടാമത്തെ പ്രസ്താവന എന്താണ്? തെറ്റാണ്. ഇനി 13ാമത്തെ ചോദ്യം. സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരായന രേഖക്കും ദക്ഷിണായന രേഖക്കും ഇടയിൽ മാറിക്കൊണ്ടിരിക്കുന്ന പ്രതിഭാസം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരായന രേഖക്കും ദക്ഷിണായന രേഖക്കും ഇടയിൽ മാറിക്കൊണ്ടിരിക്കുന്ന പ്രതിഭാസം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? സൂര്യന്റെ അയനമാണ്. ഓപ്ഷൻ ഡി സൂര്യന്റെ അയനം എന്നാണ്. 14 സൂര്യവിദൂര ദിനത്തിൽ ഭൂമിയും സൂര്യനും തമ്മിലുള്ള ഏകദേശ അകലം എത്രയാണ്? സൂര്യവിദൂര ദിനത്തിൽ ഭൂമിയും സൂര്യനും തമ്മിലുള്ള ഏകദേശ അകലം എത്രയാണ്? 152 ദശലക്ഷം കിലോമീറ്റർ ആണ്. ഓപ്ഷൻ ബി 152 ദശലക്ഷം കിലോമീറ്റർ. 15 സൂര്യവിദൂര ദിനത്തിന്റെ മറ്റൊരു പേര് എന്താണ്? സൂര്യവിദൂര ദിനത്തിന്റെ മറ്റൊരു പേരെന്താണ്? സൂര്യോച്ചമാണ്. ഓപ്ഷൻ ബി സൂര്യോച്ചം. 16 സൂര്യ സമീപ ദിനത്തിൽ ഭൂമിയും സൂര്യനും തമ്മിലുള്ള ഏകദേശ അകലം എത്രയാണ്? സൂര്യ സമീപ ദിനത്തിൽ ഭൂമിയും സൂര്യനും തമ്മിലുള്ള ഏകദേശ അകലം എത്രയാണ്? 147 ദശലക്ഷം കിലോമീറ്റർ ആണ്. 147 ദശലക്ഷം കിലോമീറ്റർ. 17 ഭൂമി സൂര്യനോട് ഏറ്റവും അകന്നു പോകുന്ന ദിവസം ഏതാണ്? ഭൂമി സൂര്യനോട് ഏറ്റവും അകന്നു പോകുന്ന ദിനം എന്ത് പേരിൽ അറിയപ്പെടുന്നത്? അപ്പ് ഹീലിയൻ ആണ്. ഓപ്ഷൻ എ അപ്പ് ഹീലിയൻ. 18 ഭൂമിയുടെ അച്ചുതണ്ടിന് പരിക്രമണ തലത്തിൽ നിന്നുള്ള ചെരിവ് എത്രയാണ്? ഭൂമിയുടെ അച്ചുതണ്ടിന് പരിക്രമണ തലത്തിൽ നിന്നുള്ള ചെരിവ് എത്രയാണ്? 66.5 ഡിഗ്രിയാണ്. ഓപ്ഷൻ എ 66.5 ഡിഗ്രി. ദീർഘവൃത്താകൃതിയിലുള്ള 19ാമത്തെ ചോദ്യം. ദീർഘവൃത്താകൃതിയിലുള്ള സഞ്ചാരപഥത്തിലൂടെ ഭൂമി സൂര്യനെ വലം വെക്കുന്നതാണ് ഡാഷ്. ദീർഘവൃത്താകൃതിയുള്ള സഞ്ചാരപഥത്തിലൂടെ ഭൂമി സൂര്യനെ വലം വെക്കുന്നതാണ് ഡാഷ്. പരിക്രമണം. ഓപ്ഷൻ സി പരിക്രമണം. 20 ഭൂമിയുടെ അച്ചുതണ്ടിന് ലംബതലത്തിൽ നിന്നുള്ള ചെരിവ് എത്രയാണ്? ഭൂമിയുടെ അച്ചുതണ്ടിന് ലംബതലത്തിൽ നിന്നുള്ള ചെരിവ് എത്രയാണ്? 23.5 ഡിഗ്രിയാണ്. ഓപ്ഷൻ സി 23.5 ഡിഗ്രി. 21 പരിക്രമണ വേളയിലുടനീളം ഭൂമി നിലനിർത്തുന്ന അച്ചുതണ്ടിന്റെ ചെരിവ് അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? പരിക്രമണ വേളയിലുടനീളം ഭൂമി നിലനിർത്തുന്ന അച്ചുതണ്ടിന്റെ ചെരിവ് അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? അച്ചുതണ്ടിന്റെ സമാന്തരതയാണ്. അച്ചുതണ്ടിന്റെ സമാന്തരത. 22 ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്ത് വരുന്ന ദിവസം അറിയപ്പെടുന്ന എന്താണ്? ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്ത് വരുന്ന ദിവസം സൂര്യ സമീപന ദിനം അല്ലെ. ഓപ്ഷൻ ബി സൂര്യ സമീപന ദിനം. 23 സൂര്യ സമീപന ദിനം എന്നാണ്? സൂര്യ സമീപന ദിനം. ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്ത് വരുന്ന ദിവസമാണേത്? സൂര്യ സമീപന ദിനം. അത് എന്നാണ്? ജനുവരി 3 ആണ്. ഓപ്ഷൻ ഡി ജനുവരി 3. 24 സൂര്യവിദൂര ദിനം എന്നാണ്? സൂര്യവിദൂര ദിനം എന്നാണ്?
എന്നാ ജൂലൈ 4 ഓപ്ഷൻ എ ജൂലൈ 4. 25 ഭൂമിയിൽ ഋതുഭേദങ്ങൾക്ക് കാരണമാകുന്നത് എന്താണ്? ഭൂമിയിൽ ഋതുഭേദങ്ങൾക്ക് കാരണമാകുന്നത് എന്താണ്? എന്താ? സൂര്യന്റെ അയനമാണ്. സൂര്യന്റെ അയനമാണ് എന്ത്? ഭൂമിയിൽ ഋതുഭേദങ്ങൾക്ക് കാരണം. 26 മിതോഷ്ണ മേഖലാ പ്രദേശത്തിന്റെ മറ്റൊരു പേരെന്താണ്? മിതോഷ്ണ മേഖലാ പ്രദേശത്തിന്റെ മറ്റൊരു പേരെന്താണ്? എന്താ? മധ്യ അക്ഷാംശ രേഖയാണ് കേട്ടോ. മധ്യ അക്ഷാംശ മേഖല. ഓപ്ഷൻ ഡി മധ്യ അക്ഷാംശ മേഖല. 27 സൂര്യരശ്മികൾ ചെരിഞ്ഞു പതിക്കുന്ന പ്രദേശങ്ങളിൽ താപനില ഡാഷ് ആയിരിക്കും. സൂര്യരശ്മികൾ ചെരിഞ്ഞു പതിക്കുന്ന പ്രദേശങ്ങളിൽ താപനില ഡാഷ് ആയിരിക്കും. എന്തായിരിക്കും? കുറവായിരിക്കും. ഓപ്ഷൻ ബി കുറവായിരിക്കും. സൂര്യരശ്മികൾ ചെരിഞ്ഞു പതിക്കുന്ന പ്രദേശങ്ങളിൽ താപനില എന്തായിരിക്കും? കുറവായിരിക്കും. 28 സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്ന പ്രദേശങ്ങളിൽ ചൂട് ഡാഷ് ആയിരിക്കും. സൂര്യരശ്മികൾ ലംബമായിട്ട് പതിക്കുന്ന പ്രദേശങ്ങളിൽ ചൂട് ഡാഷ് ആയിരിക്കും. എന്താ? കൂടുതലായിരിക്കും. ഓപ്ഷൻ എ കൂടുതലാണ്. സൂര്യരശ്മികൾ ലംബമായിട്ട് പതിക്കുന്ന പ്രദേശങ്ങളിൽ എന്തായിരിക്കും? ചൂട് എന്തായിരിക്കും? കൂടുതലായിരിക്കും. 29 എല്ലാ ഋതുക്കളുടെയും സവിശേഷതകൾ വ്യക്തമായി അനുഭവപ്പെടുന്ന പ്രദേശം ഏതാ? എല്ലാ ഋതുക്കളുടെയും സവിശേഷതകൾ വ്യക്തമായിട്ട് അനുഭവപ്പെടുന്ന പ്രദേശം ഏതാ? ഏതാ? മിതോഷ്ണ മേഖലാ പ്രദേശങ്ങളാണ്. മിതോഷ്ണ മേഖലാ പ്രദേശങ്ങളാണ്. 30 ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ പകൽ അനുഭവപ്പെടുന്ന ദിവസം ഏതാ? ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ പകല് അനുഭവപ്പെടുന്ന ദിവസം ഏതാ? ഏതാ? ജൂൺ 21 ഓപ്ഷൻ സി ജൂൺ 21. 31 ഗ്രീഷ്മ അയനാന്ത ദിനം എന്നറിയപ്പെടുന്ന ദിവസം ഏതാണ്? ഗ്രീഷ്മ അയനാന്ത ദിനം എന്നറിയപ്പെടുന്ന ദിവസം ഏതാണ്? എന്നാ ജൂൺ 21. ഓപ്ഷൻ എ ജൂൺ 21. 32 പരിക്രമണ വേളയിൽ സൂര്യന്റെ സ്ഥാനം മധ്യരേഖക്ക് നേർമുകളിലാകുന്ന ദിവസങ്ങൾ ഏതൊക്കെയാണ്? പരിക്രമണ വേളയിൽ സൂര്യന്റെ സ്ഥാനം മധ്യരേഖക്ക് മുകളിലാകുന്ന ദിവസങ്ങൾ ഏതൊക്കെയാണ്? ഏതൊക്കെയാ? മാർച്ച് 21 സെപ്റ്റംബർ 23 മാർച്ച് 21 സെപ്റ്റംബർ 23. 33 ശൈത്യകാലത്തിൽ നിന്ന് വേനൽക്കാലത്തിലേക്കുള്ള മാറ്റത്തിന്റെ കാലം ഏതാണ്? ശൈത്യകാലത്തിൽ നിന്ന് വേനൽക്കാലത്തിലേക്കുള്ള മാറ്റത്തിന്റെ കാലം എന്താണ്? ഏതാ? വസന്തകാലമാണ്. ഓപ്ഷൻ എ വസന്തകാലം. 34 വേനൽക്കാലത്തിന്റെ തീക്ഷ്ണതയിൽ നിന്ന് ശൈത്യകാലത്തിലേക്കുള്ള മാറ്റം ഏതാണ്? വേനൽക്കാലത്തിന്റെ തീക്ഷ്ണതയിൽ നിന്ന് ശൈത്യകാലത്തിലേക്കുള്ള മാറ്റത്തിന്റെ കാലം ഏതാ? ഹേമന്തമാണ് കേട്ടോ. ഹേമന്തകാലം. ഓപ്ഷൻ ഡി ഹേമന്തകാലം. 35 ദക്ഷിണാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ പകല് അനുഭവപ്പെടുന്ന ദിവസം ഏതാണ്? ദക്ഷിണാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ പകല് അനുഭവപ്പെടുന്ന ദിവസം ഏതാണ്? ഏതാ? ജൂൺ 21 ഓപ്ഷൻ ബി ജൂൺ 21. 36 ദക്ഷിണായന രേഖയിൽ നിന്നും ഉത്തരായന രേഖയിലേക്കുള്ള സൂര്യന്റെ അയനം അറിയപ്പെടുന്നത് എന്താണ്? ദക്ഷിണായന രേഖയിൽ നിന്ന് ഉത്തരായന രേഖയിലേക്കുള്ള സൂര്യന്റെ അയനം അറിയപ്പെടുന്നത് എന്താണ്? എന്താ? ഉത്തരായനമാണ്. ഓപ്ഷൻ ഡി ഉത്തരായനം. 37 ഉത്തരായന രേഖയിൽ നിന്നും ദക്ഷിണായന രേഖയിലേക്കുള്ള സൂര്യന്റെ അയനം അറിയപ്പെടുന്നത് എന്താണ്? ഉത്തരായന രേഖയിൽ നിന്ന് ദക്ഷിണായന രേഖയിലേക്കുള്ള സൂര്യന്റെ അയനം അറിയപ്പെടുന്നത് എന്താണ്? എന്താ? ദക്ഷിണായനം. ഓപ്ഷൻ സി ദക്ഷിണായനം. 38 മരങ്ങൾ പൊതുവെ ഇലപൊഴിക്കുന്ന കാലം ഏതാണ്? മരങ്ങൾ പൊതുവെ ഇലപൊഴിക്കുന്ന കാലം ഏതാണ്? ഏതാ? ഹേമന്തകാലമാണ്. ഓപ്ഷൻ ഡി ഹേമന്തകാലം. 39 ദക്ഷിണാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ രാത്രി അനുഭവപ്പെടുന്ന ദിവസം ഏതാണ്? ദക്ഷിണാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ രാത്രി അനുഭവപ്പെടുന്ന ദിവസം ഏതാണ്? ഏതാ? ഡിസംബർ 22 ഓപ്ഷൻ എ ഡിസംബർ 22. 40 ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ രാത്രി അനുഭവപ്പെടുന്നത് എന്നാണ്? ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ രാത്രി അനുഭവപ്പെടുന്നത് എന്നാണ്?
എന്നാൽ ജൂൺ 21 ജൂൺ 21. 41 ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ഹ്രസ്വമായ പകല് അനുഭവപ്പെടുന്നത് എന്നാണ്. ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ഹ്രസ്വമായ പകല് അനുഭവപ്പെടുന്നത് എന്നാണ്. എന്നാൽ ഡിസംബർ 22 42 ദക്ഷിണാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ രാത്രി അനുഭവപ്പെടുന്ന ദിവസം ഏതാണ്? ദക്ഷിണാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ രാത്രി അനുഭവപ്പെടുന്ന ദിവസം. എന്നാൽ ജൂൺ 21. 43 ദക്ഷിണാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ പകല് അനുഭവപ്പെടുന്ന ദിവസം. ദക്ഷിണാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ പകല് അനുഭവപ്പെടുന്ന ദിവസം എന്നാണ്. എന്നാൽ ഡിസംബർ 22 ഡിസംബർ 22. 44 ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ രാത്രി അനുഭവപ്പെടുന്നത് എന്നാണ്. ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ രാത്രി അനുഭവപ്പെടുന്നത് എന്നാണ്. എന്നാൽ ഡിസംബർ 22 ഡിസംബർ 22. 45 മാർച്ച് 21 മുതൽ ജൂൺ 21 വരെ ഉത്തരാർദ്ധഗോളത്തിൽ പൊതുവെ അനുഭവപ്പെടുന്നത് എന്താണ്? ഏത് കാലാണ്? അതായത് മാർച്ച് 21 മുതൽ ജൂൺ 21 വരെ ഉത്തരാർദ്ധഗോളത്തിൽ പൊതുവെ അനുഭവപ്പെടാറ് ഏത് കാലമായിരിക്കും? വസന്തകാലമാണ്. ഓപ്ഷൻ ഡി വസന്തകാലം. 46 ഭൂമി സ്വന്തം അച്ചുതണ്ടിനെ ആധാരമാക്കിയിട്ട് കറങ്ങുന്നതാണ് ഡാഷ്. ഭൂമി സ്വന്തം അച്ചുതണ്ടിനെ ആധാരമാക്കിയിട്ട് കറങ്ങുന്നതാണ് ഡാഷ്. എന്താ? ഭ്രമണമാണ്. ഓപ്ഷൻ സി ഭ്രമണം. 47 രാത്രിയും പകലും ഉണ്ടാകാൻ കാരണം എന്താണ്? രാത്രിയും പകലും ഉണ്ടാകാൻ കാരണം എന്താണ്? എന്താ? ഭൂമിയുടെ ഭ്രമണമാണ്. ഭൂമിയുടെ ഭ്രമണമാണ്. 48 ഭൂമിയുടെ ഭ്രമണം ഏത് ദിശയിൽ നിന്ന് ഏത് ദിശയിലേക്കാണ്? ഭൂമിയുടെ ഭ്രമണം ഏത് ദിശയിൽ നിന്ന് ഏത് ദിശയിലേക്കാണ്? ഏതാ? പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. ഓപ്ഷൻ സി പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ് എന്ത്? ഭൂമിയുടെ ഭ്രമണം. 49 പാതിരാ സൂര്യന്റെ നാട്ടിൽ എന്ന യാത്രാ വിവരണത്തിന്റെ രചയിതാവ് ആരാണ്? പാതിരാ സൂര്യന്റെ നാട്ടിൽ എന്ന യാത്രാ വിവരണത്തിന്റെ രചയിതാവ് ആരാ? എസ്.കെ. പൊറ്റക്കാട്. ഓപ്ഷൻ ബി എസ്.കെ. പൊറ്റക്കാട്. 50 ഇന്ത്യയിൽ ഉദയസൂര്യന്റെ കിരണങ്ങൾ ആദ്യം പതിക്കുന്ന സംസ്ഥാനം ഏതാ? ഇന്ത്യയിൽ ഉദയസൂര്യന്റെ കിരണങ്ങൾ ആദ്യം പതിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഏതാ? അരുണാചൽ പ്രദേശ്. 51 0 ഡിഗ്രി രേഖാംശ രേഖ അറിയപ്പെടുന്നത് എന്താണ്? 0 ഡിഗ്രി രേഖാംശ രേഖ അറിയപ്പെടുന്നത് എന്താണ്? എന്താ? ഗ്രീനിച്ച് രേഖ. ഓപ്ഷൻ ഡി ഗ്രീനിച്ച് രേഖ. 52 360 ഡിഗ്രി തിരിയാൻ ഭൂമിക്ക് വേണ്ട സമയം എത്രയാണ്? 360 ഡിഗ്രി തിരിയാൻ വേണ്ടിയിട്ട് ഭൂമിക്ക് വേണ്ട സമയം എത്രയാണ്? എത്രയാ? 24 മണിക്കൂർ. 53 1 ഡിഗ്രി രേഖാംശ പ്രദേശം തിരിയാൻ ഭൂമിക്ക് വേണ്ട സമയം എത്രയാണ്? 1 ഡിഗ്രി രേഖാംശ പ്രദേശം തിരിയാൻ വേണ്ട ഭൂമിക്ക് വേണ്ട സമയം എത്രയാണ്? എത്രയാ? 4 മിനിറ്റ്. 54 ഗ്രീനിച്ച് രേഖ അറിയപ്പെടുന്ന മറ്റൊരു പേര് എന്താണ്? ഗ്രീനിച്ച് രേഖ അറിയപ്പെടുന്ന മറ്റൊരു പേര് എന്താ? പ്രൈം മെറിഡിയൻ ആണ്. ഓപ്ഷൻ സി പ്രൈം മെറിഡിയൻ. 55 ലോകത്തെ എത്ര സമയമേഖലകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്? ലോകത്തെ എത്ര സമയമേഖലകളായിട്ടാണ് തിരിച്ചത്? എത്രയാ? 24. 56 ഭൂമിയുടെ കോണളവ് എത്രയാണ്? ഭൂമിയുടെ കോണളവ് എത്രയാണ്? എത്രയാ? 360 ഡിഗ്രി. 57 ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി എത്രയാണ്? ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി എത്രയാണ്? എത്രയാ? പൂർവ്വരേഖാംശം 68 മുതൽ 97 വരെയാണ്. പൂർവ്വരേഖാംശം 68 മുതൽ 97 വരെ. 58 ഇന്ത്യയുടെ മാനക രേഖാംശമായിട്ട് കണക്കാക്കുന്നത് എത്രയാണ്? ഇന്ത്യയുടെ മാനക രേഖാംശമായിട്ട് കണക്കാക്കുന്നത് എന്താ? 82.5 കിഴക്കാണ് അല്ലെ? 82.5 കിഴക്ക്. 59 ഇന്ത്യയിൽ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഉണ്ടാകുന്ന ഋതു ഏതാണ്? ഇന്ത്യയിൽ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഉണ്ടാകുന്ന ഋതു
ഏതാ? വസന്തകാലം. ഓപ്ഷൻ സി വസന്തകാലം. 60 ഗ്രീനിച്ചിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള രേഖാംശീയ വ്യത്യാസം എത്ര ഡിഗ്രിയാണ്? ഗ്രീനിച്ചിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള രേഖാംശീയ വ്യത്യാസം എത്രയാണ്? 82.5 ഡിഗ്രി. 61 മെയ് ജൂൺ മാസങ്ങളിൽ ഇന്ത്യയിൽ നിന്നുണ്ടാകുന്ന ഋതു ഏതാണ്? മെയ് ജൂൺ മാസങ്ങളിൽ ഇന്ത്യയിൽ ഉണ്ടാവുന്ന ഋതു ഏതാണ്? ഏതാ? ഗ്രീഷ്മകാലം. ഓപ്ഷൻ എ ഗ്രീഷ്മകാലമാണ്. 62 സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ഇന്ത്യയിൽ ഉണ്ടാവുന്ന ഋതു ഏതാണ്? സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ഇന്ത്യയിൽ ഉണ്ടാകുന്ന ഋതു ഏതാണ്? ഏതാ? ശരത്ത് കാലം. ഓപ്ഷൻ ഡി ശരത്ത് കാലം. 63 മാർച്ച് 21 മുതൽ ജൂൺ 21 വരെ സൂര്യന്റെ അയനം എങ്ങനെയാണ്? മാർച്ച് 21 മുതൽ ജൂൺ 21 വരെ സൂര്യന്റെ അയനം എങ്ങനെയാണ്? ഭൂമധ്യരേഖയിൽ നിന്ന് ഉത്തരായന രേഖയിലേക്കാണ്. ഭൂമധ്യരേഖയിൽ നിന്ന് ഉത്തരായന രേഖയിലേക്ക്. 54 സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെ സൂര്യന്റെ അയനം എങ്ങനെയാണ്? സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെ സൂര്യന്റെ അയനം എങ്ങനെയാണ്? ഭൂമധ്യരേഖയിൽ നിന്ന് ദക്ഷിണായന രേഖയിലേക്കാണ്. ഭൂമധ്യരേഖയിൽ നിന്ന് ദക്ഷിണായന രേഖയിലേക്ക്. 55 ഭൂമധ്യരേഖയ്ക്ക് ഉദ്ദേശം 60 ഡിഗ്രി ഉത്തര ദക്ഷിണ അക്ഷാംശങ്ങളിൽ രൂപപ്പെടുന്ന ന്യൂനമർദ്ദ മേഖല ഏതാണ്? ഭൂമധ്യരേഖയ്ക്ക് ഉദ്ദേശം 60 ഡിഗ്രി ഉത്തര ദക്ഷിണ അക്ഷാംശങ്ങളിൽ രൂപപ്പെടുന്ന ന്യൂനമർദ്ദ മേഖല ഏതാണ്? ഏതാ? ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയാണ്. ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല. 66 GPS സമാന്തരമായിട്ട് ഇന്ത്യ സ്വന്തമായിട്ട് വികസിപ്പിച്ച ഉപഗ്രഹാധിഷ്ഠിത ഗതി നിർണയ സംവിധാനം ഏതാണ്? GPS സമാനമായിട്ട് ഇന്ത്യ സ്വന്തമായിട്ട് വികസിപ്പിച്ച ഉപഗ്രഹാധിഷ്ഠിത ഗതി നിർണയ സംവിധാനം ഏതാണ്? ഏതാ? ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം ആണ്. ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം. 67 ചുവടെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാന്ന് കണ്ട. ശരിയായ പ്രസ്താവനയാണ് വേണ്ടത്. ഓപ്ഷൻ എ ഇന്ത്യയിൽ ഉദയസൂര്യനെ ആദ്യം കാണുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. ഓപ്ഷൻ ബി ഇന്ത്യയിൽ ഉദയസൂര്യനെ ആദ്യം കാണുന്ന സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. ഓപ്ഷൻ സി ഇന്ത്യയിൽ ഉദയസൂര്യനെ ആദ്യം കാണുന്ന സംസ്ഥാനമാണ് ആസാം. ഓപ്ഷൻ ഡി ഇന്ത്യയിൽ ഉദയസൂര്യനെ ആദ്യം കാണുന്ന സംസ്ഥാനമാണ് മിസോറാം. ഇതിൽ ശരിയായത് ഏതാണ്? നമ്മൾ ഓൾറെഡി ചെയ്തതായിരുന്നു. ഏതായിരുന്നു? അരുണാചൽ പ്രദേശ് ആണല്ലേ. ഓപ്ഷൻ ബി അരുണാചൽ പ്രദേശിലാണ് ഏത്? ഇന്ത്യയിൽ ആദ്യമായിട്ട് ഉദയസൂര്യനെ കാണുന്നത്. 68ാമത്തെ ചോദ്യം, അതിവർഷങ്ങളിൽ എത്ര ദിവസങ്ങളാണ് ഉണ്ടാകുന്നത്? അതിവർഷങ്ങളിൽ എത്ര ദിവസങ്ങളാണ് ഉണ്ടാകുന്നത്? എത്രയാ? 366 ആണ്. 69 സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെയുള്ള കാലയളവിൽ ഉത്തരാർദ്ധഗോളത്തിൽ അനുഭവപ്പെടുന്ന പ്രധാന ഋതുവിന്റെ പേര് എന്താണ്? സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെയുള്ള കാലയളവിൽ ഉത്തരാർദ്ധഗോളത്തിൽ അനുഭവപ്പെടുന്ന പ്രധാന ഋതുവിന്റെ പേര് എന്താണ്? ഹേമന്തകാലമാണ്. ഓപ്ഷൻ ബി ഹേമന്തകാലം. 70 ഡിസംബർ 22 മുതൽ മാർച്ച് 21 വരെയുള്ള കാലയളവിൽ ഉത്തരാർദ്ധഗോളത്തിൽ അനുഭവപ്പെടുന്ന പ്രധാന ഋതുവിന്റെ പേര് എന്താണ്? ഡിസംബർ 22 മുതൽ മാർച്ച് 21 വരെയുള്ള കാലയളവിൽ ഉത്തരാർദ്ധഗോളത്തിൽ അനുഭവപ്പെടുന്ന പ്രധാന ഋതുവിന്റെ പേര് ശൈത്യമാണ് കേട്ടോ. ശൈത്യമാണ്. ഓപ്ഷൻ ഡി ശൈത്യം. ചേരുംപടി ചേർക്കാൻ വേണ്ടിയിട്ടാണ് 71ാമത്തെ ചോദ്യം. ചേരുംപടി ചേർക്കാം. 1 മാർച്ച് 21, 2 ജൂൺ 21, 3 ഡിസംബർ 23. ഓപ്ഷൻ മറുഭാഗത്തുള്ളത് എ ശൈത്യ അയനാന്തര ദിനം, ബി വിഷുവം, സി ഗ്രീഷ്മ അയനാന്തര ദിനം. വരുന്നത്? ഇതിൻ്റെ ആൻസർ വരിക? 1B 2C 3A. 1B 2C 3A ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. മാർച്ച് 21 വിഷുവമാണ്, ജൂൺ 21 ഗ്രീഷ്മ അയനാന്തര ദിനം, ഡിസംബർ 23 ശൈത്യ അയനാന്തര ദിനം. 72 ചേരുംപടി ചേർക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. സൂര്യ സമീപന ദിനം, ഗ്രീഷ്മ അയനാന്ത ദിനം, സൂര്യവിദൂര ദിനം, ശൈത്യ അയനാന്ത ദിനം. മറുഭാഗത്ത് ജൂൺ 21, ജൂൺ 24, ഡിസംബർ 22, ജനുവരി 3.
ഇതിൻ്റെ ആൻസർ എന്താ വരിക? 1D അല്ലേ വരിക? 1D 2A, 1D 2A 3B ആണ്, 4C അല്ലേ വരിക അല്ലേ? 1D 2A 3B 4C. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. സൂര്യ സമീപന ദിനം ജനുവരി 3, ഗ്രീഷ്മ അയനാന്ത ദിനം എന്ന ഗ്രീഷ്മ അയനാന്ത ദിനം ജൂൺ 21, സൂര്യവിദൂര ദിനം എന്ന ജൂലൈ 4, ശൈത്യ അയനാന്ത ദിനം ഡിസംബർ 22. ഇനി 73ാമത്തെ ചോദ്യം, ഉത്തരാർദ്ധഗോളത്തിലെ ശൈത്യ അയനാന്ത ദിനം എന്നാണ്. ഉത്തരാർദ്ധഗോളത്തിലെ ശൈത്യ അയനാന്ത ദിനം എന്നാണ് ഡിസംബർ 22. 74 ചുവടെ നൽകിയിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാന്ന് കണ്ടെത്താം. ഓപ്ഷൻ എ, ശിശിരകാലം ജനുവരി മാസം മുതൽ ഫെബ്രുവരി മാസം വരെയാണ്. ഓപ്ഷൻ ബി, ഗ്രീഷ്മകാലം മാർച്ച് മാസം മുതൽ ഏപ്രിൽ മാസം വരെയാണ്. ഓപ്ഷൻ സി, വസന്തകാലം നവംബർ മാസം മുതൽ ഡിസംബർ മാസം വരെയാണ്. ഓപ്ഷൻ ഡി, ശരത്ത് കാലം മെയ് മാസം മുതൽ ജൂൺ മാസം വരെയാണ്. ഇതിൽ ശരിയായ പ്രസ്താവന ഏതാന്ന് കണ്ടെത്താം. ഏതാ? ശിശിരകാലം ജനുവരി മാസം മുതൽ ഫെബ്രുവരി മാസം വരെയാണ് അല്ലേ? ഓപ്ഷൻ എ ആണ്. ശിശിരകാലം ജനുവരി മാസം മുതൽ ഫെബ്രുവരി മാസം വരെയാണ്. 75ാമത്തെ ചോദ്യം, ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏതാന്ന് കണ്ടത്? ശരിയായ പ്രസ്താവനയാണ് വേണ്ടത്. ഒന്നാമത്തെ പ്രസ്താവന, ദക്ഷിണായന രേഖയിൽ നിന്നും ഉത്തരായന രേഖയിലേക്കുള്ള സൂര്യന്റെ അയനം അറിയപ്പെടുന്നത് ഉത്തരായനം എന്നാണ്. 2, ഉത്തരായന രേഖയിൽ നിന്നും ദക്ഷിണായന രേഖയിലേക്കുള്ള സൂര്യന്റെ അയനം അറിയപ്പെടുന്നത് ദക്ഷിണായനം എന്നാണ്. ഈ 2 പ്രസ്താവനകളും വിലയിരുത്താം. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിച്ചവരുണ്ടെങ്കിൽ ആൻസർ കിട്ടും. എന്തായിരിക്കും ഇതിൻ്റെ ആൻസർ വരിക? ഓപ്ഷൻ സി അല്ലേ വരിക അല്ലേ? 2 പ്രസ്താവനകൾ എന്താണ്? ശരിയായ പ്രസ്താവനകൾ തന്നെയാണ്. 76ാമത്തെ ചോദ്യം, മാർച്ച് 21 മുതൽ ഭൂമധ്യരേഖയിൽ നിന്നും വടക്കോട്ട് അയനം ചെയ്ത് ജൂൺ 21 സൂര്യൻ ഉത്തരായന രേഖക്ക് നേർമുകളിലെത്തുന്നു. ഈ ദിനത്തെ ഉത്തരാർദ്ധഗോളത്തിൽ അറിയപ്പെടുന്നത് എന്താണ്? മാർച്ച് 21 മുതൽ മധ്യരേഖയിൽ നിന്നും വടക്കോട്ട് അയനം ചെയ്ത് ജൂൺ 21 സൂര്യൻ ഉത്തരായന രേഖക്ക് നേർമുകളിലെത്തുന്നു. ഈ ദിനത്തെ ഉത്തരാർദ്ധഗോളത്തിൽ അറിയപ്പെടുന്നത് എന്താണ്? എന്താ? ഗ്രീഷ്മ അയനാന്ത ദിനമാണ് കേട്ടോ. ഗ്രീഷ്മ അയനാന്ത ദിനം. 77 ലക്ഷദ്വീപിലും കേരളത്തിന്റെ തീരപ്രദേശങ്ങളിലും ഓക്കി ആഞ്ഞടിച്ച വർഷം ഏതാണ്? ലക്ഷദ്വീപിലും കേരളത്തിന്റെ തീരപ്രദേശങ്ങളിലും ഓക്കി ആഞ്ഞടിച്ചത് എന്നാണ്? 2017 നവംബറിലാണ്. ഓപ്ഷൻ ബി 2017 നവംബർ. 78 ദക്ഷിണാർദ്ധഗോളത്തിലെ 40 ഡിഗ്രി തെക്ക് അക്ഷാംശങ്ങളിൽ വിശാലമായ സമുദ്രങ്ങളിലൂടെ ആഞ്ഞു വീശുന്ന പശ്ചിമപാദങ്ങളാണ് ഡാഷ്. ദക്ഷിണാർദ്ധഗോളത്തിലെ 40 ഡിഗ്രി തെക്ക് അക്ഷാംശങ്ങളിൽ വിശാലമായ സമുദ്രങ്ങളിലൂടെ ആഞ്ഞു വീശുന്ന പശ്ചിമപാദങ്ങളാണ് ഡാഷ്. ഏതാ? റോറിംഗ് ഫോർട്ടീസ് ആണ് അല്ലെ? റോറിംഗ് ഫോർട്ടീസ്. 79 ചുവടെ നൽകിയിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാന്ന് കണ്ടെത്താം. 1, കാറ്റുകളില്ലാത്ത മേഖല എന്ന അർത്ഥത്തിൽ വരുന്ന നിർവാത മേഖല എന്നറിയപ്പെടുന്നത് മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയാണ്. 2, കുതിര അക്ഷാംശം എന്നറിയപ്പെടുന്ന മേഖല ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയാണ്. 3, പണ്ട് പായ്ക്കപ്പലുകൾ സഞ്ചരിച്ചിരുന്ന യാത്രികർ ഭയപ്പെട്ടിരുന്ന മേഖലയാണ് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. 4, എല്ലായ്പ്പോഴും ന്യൂനമർദ്ദം അനുഭവപ്പെടുന്ന മേഖലയാണ് ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖല. ഈ 4 പ്രസ്താവനകളിൽ നിന്ന് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാം. ഏതൊക്കെയാ? 1, 2, 4 എന്താണ്? ശരിയായ പ്രസ്താവനകളാണല്ലേ. 1, 2, 4 എന്താണ്? ശരിയായ പ്രസ്താവനയാണ്. 3ാമത്തെ പ്രസ്താവന എന്താ? തെറ്റാണ്. ഇനി 80 ചുവടെ നൽകിയിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവന ഏതാന്ന് കണ്ടതാണ്. തെറ്റായ പ്രസ്താവനയാണ് കണ്ടെത്തേണ്ടത്. ഓപ്ഷൻ എ, ഉയർന്ന പ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ ചെവി അടയുന്നതായിട്ട് അനുഭവപ്പെടുന്നതിന് കാരണം ഉയർന്ന സ്ഥലങ്ങളിലെ വായുമർദ്ദത്തിലെ കുറവാണ്. ഓപ്ഷൻ ബി, തണുപ്പേറിയ പ്രദേശങ്ങളെ അപേക്ഷിച്ച് ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ അന്തരീക്ഷ മർദ്ദം കൂടുതലായിരിക്കും. ഓപ്ഷൻ സി, അന്തരീക്ഷ വായുവിലെ ജലാംശത്തിന്റെ അളവാണ് ആർദ്രത. ഓപ്ഷൻ ഡി, ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു പ്രദേശത്ത് അന്തരീക്ഷ മർദ്ദം കൂടുതലാണെങ്കിൽ അവിടെ ഉച്ചമർദ്ദം എന്ന് പറയാം. ഇതിൽ
തെറ്റായ പ്രസ്താവന ഏതാണ്? 4 പ്രസ്താവന നമ്മൾ വായിച്ചിട്ടുണ്ട്. അതിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? എന്താ ഇതിൻ്റെ ആൻസർ വരിക? ഓപ്ഷൻ ബി, തണുപ്പേറിയ പ്രദേശങ്ങളെ അപേക്ഷിച്ച് ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ അന്തരീക്ഷ മർദ്ദം എന്തായിരിക്കും? കൂടുതലായിരിക്കും എന്നുള്ള പ്രസ്താവന തെറ്റാണ്. ഇനി 81ാമത്തെ ചോദ്യം, ചുവടെ നൽകിയിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാണെന്ന് എഴുതാം. ഏകദേശം 10 മീറ്റർ ഉയരത്തിന് 1.5 മില്ലി ബാർ എന്ന തോതിലാണ് മർദ്ദം കുറയുന്നത്. ഓപ്ഷൻ ബി, ഏകദേശം 10 മീറ്റർ ഉയരത്തിന് 1 മില്ലി ബാർ എന്ന തോതിലാണ് മർദ്ദം കുറയുന്നത്. ഓപ്ഷൻ സി, ഏകദേശം 10 മീറ്റർ ഉയരത്തിന് 2 മില്ലി ബാർ എന്ന തോതിലാണ് മർദ്ദം കുറയുന്നത്. ഓപ്ഷൻ ഡി, ഏകദേശം 10 മീറ്റർ ഉയരത്തിന് 3 മില്ലി ബാർ എന്ന തോതിലാണ് മർദ്ദം കുറയുന്നത്. ഇതിൽ ശരിയായ പ്രസ്താവന ഏതാണെന്ന് കണ്ടെത്താം. 81ാമത്തെ ചോദ്യമാണ്. ഏതാ ശരിയായ പ്രസ്താവന? ഏകദേശം 10 മീറ്റർ ഉയരത്തിന് 1 മില്ലി ബാർ എന്ന തോതിലാണ് മർദ്ദം കുറയുന്നത്. ഇതാണെന്ത്? ശരിയായ പ്രസ്താവന. 82ാമത്തെ ചോദ്യം, ചുവടെ നൽകിയിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന കണ്ടെത്താൻ വേണ്ടിട്ടോ. ശരിയായ പ്രസ്താവനയാണ്. ഒരു 5 പ്രസ്താവനയുണ്ട്. ഇതിൽ ശരിയായ പ്രസ്താവനകൾ: 1, ശരാശരി അന്തരീക്ഷ മർദ്ദത്തിൽ സ്ഫടിക കുഴലിലെ രസത്തിന്റെ നിരപ്പ് 76 സെന്റിമീറ്റർ ആണ്. 2, ശരാശരി അന്തരീക്ഷ മർദ്ദം 1013.2 മില്ലി ബാർ ആയിരിക്കും. 3, ഒരു ചതുരശ്ര സെന്റിമീറ്ററിൽ ഭൗമ ഉപരിതലത്തിൽ വായു ചെലുത്തുന്ന ശരാശരി ഭാരം 1034 മില്ലിഗ്രാം ആണ്. 4, അന്തരീക്ഷ മർദ്ദത്തിലുണ്ടാകുന്ന വ്യതിയാനമാണ് കാറ്റുകൾ ഉണ്ടാകാനുള്ള അടിസ്ഥാന കാരണം. 5, ഉയരം കൂടുന്നതനുസരിച്ച് അന്തരീക്ഷ മർദ്ദം കൂടുന്നു. ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? എന്താ ഇതിൻ്റെ ആൻസർ വരിക? ഓപ്ഷൻ 1, 2, 3, 4 ആണ് എന്ത്? ശരിയായ പ്രസ്താവനകൾ. ഓപ്ഷൻ സി ആണ് വരുന്നത്. 1, 2, 3, 4 എന്താണ്? ശരിയായ പ്രസ്താവനകളാണ്. 5ാമത്തെ പ്രസ്താവന എന്താ? തെറ്റാണ്. 83, വാസ്കോഡ ഗാമ ഇന്ത്യയെ തേടി യാത്ര ആരംഭിച്ച തുറമുഖം ഏതാണ്? വാസ്കോഡ ഗാമ ഇന്ത്യയെ തേടിയിട്ട് യാത്ര ആരംഭിച്ച തുറമുഖം ഏതാണ്? ഏതാ? ലിസ്ബൺ ആണ് അല്ലെ? പോർച്ചുഗലിന്റെ തലസ്ഥാനമായിട്ടുള്ള ലിസ്ബൺ ആണ്. 84, മാലിന്തി തുറമുഖത്തിൽ നിന്ന് ഇന്ത്യയിലെത്താൻ വാസ്കോഡ ഗാമയെ സഹായിച്ച കാറ്റ് ഏതാണ്? മാലിന്തി തുറമുഖത്തിൽ നിന്ന് ഇന്ത്യയിലെത്താൻ വേണ്ടിയിട്ട് വാസ്കോഡ ഗാമയെ സഹായിച്ച കാറ്റ് ഏതാണ്? ഏതാ? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആണ് കേട്ടോ. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളാണ്. 85, അന്തരീക്ഷം വായു ചെലുത്തുന്ന ഭാരമാണ് ഡാഷ്. അന്തരീക്ഷ വായു ചെലുത്തുന്ന ഭാരമാണ് ഡാഷ്. ഏതാ? അന്തരീക്ഷ മർദ്ദമാണ്. ഓപ്ഷൻ ബി, അന്തരീക്ഷ മർദ്ദം. 86, വാസ്കോഡ ഗാമ കോഴിക്കോട് കാപ്പാട് കടപ്പുറത്ത് കപ്പലിറങ്ങിയത് എന്നാണ്? വാസ്കോഡ ഗാമ കോഴിക്കോട് കാപ്പാട് കടപ്പുറത്ത് കപ്പലിറങ്ങിയത് എന്നാണ്? എന്നാൽ 1498 മെയ് 20-നാണ്. 1498 മെയ് 20-നാണ്. 87, ഭൗമ ഉപരിതലത്തിൽ വായു ചെലുത്തുന്ന ശരാശരി ഭാരം എത്രയാണ്? ഭൂമിയുടെ ഉപരിതലത്തിൽ വായു ചെലുത്തുന്ന ശരാശരി ഭാരം എത്രയാണ്? 1034 മില്ലിഗ്രാം പെർ ചതുരശ്ര സെന്റിമീറ്റർ ആണ്. ഓപ്ഷൻ സി ആണ് 1034 മില്ലിഗ്രാം പെർ ചതുരശ്ര സെന്റിമീറ്റർ. 88, അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഏതാ? രസബാരോമീറ്റർ. 89, ശരാശരി അന്തരീക്ഷ മർദ്ദത്തിൽ രസത്തിന്റെ നിരപ്പ് അത് നിറച്ച സ്ഫടിക കുഴലിൽ 76 സെന്റിമീറ്റർ ആയിരിക്കുമ്പോൾ അപ്പോഴത്തെ അന്തരീക്ഷ മർദ്ദം എത്രയാണ്? ശരാശരി അന്തരീക്ഷ മർദ്ദത്തിൽ രസത്തിന്റെ നിരപ്പ് അത് നിറച്ച സ്ഫടിക കുഴലിൽ 76 സെന്റിമീറ്റർ ആയിരിക്കുമ്പോൾ അപ്പോഴത്തെ അന്തരീക്ഷ മർദ്ദം എത്രയാണ്? 1013.2 മില്ലി ബാർ. 1013.2 മില്ലി ബാർ.
90 ഉയരം കൂടുന്നതനുസരിച്ച് അന്തരീക്ഷ മർദ്ദത്തിലുണ്ടാകുന്ന വ്യത്യാസം എന്താണ്? ഉയരം കൂടുന്നതനുസരിച്ച് അന്തരീക്ഷ മർദ്ദത്തിലുണ്ടാകുന്ന വ്യത്യാസം എന്താ? കുറയുകയല്ലേ, കുറയുകയാണ് ചെയ്യുന്നത്. ഓപ്ഷൻ എ കുറയുകയാണ് ചെയ്യുന്നത്. 91 ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന മേഖല ഏതാണ്? ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന മേഖല ഏതാണ്? ഏതാ? മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. 92 വായു വികസിക്കുമ്പോൾ സാന്ദ്രതയിൽ ഉണ്ടാകുന്ന വ്യത്യാസം എന്താണ്? വായു വികസിക്കുമ്പോൾ സാന്ദ്രതയിൽ ഉണ്ടാകുന്ന വ്യത്യാസം എന്താ? കുറയുകയാണ്. ഓപ്ഷൻ ബി കുറയുകയാണ് ചെയ്യുന്നത്. 93 ഭൂമധ്യരേഖക്ക് തെക്ക് 5 മുതൽ വടക്ക് 5 വരെ അക്ഷാംശങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന മേഖല ഏതാണ്? ഭൂമധ്യരേഖക്ക് തെക്ക് 5 ഡിഗ്രി മുതൽ വടക്ക് 5 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന മേഖല ഏതാണ്? ഏതാ? ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖല. ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖല. 94 താപം കൂടുമ്പോൾ അന്തരീക്ഷ മർദ്ദത്തിനുണ്ടാകുന്ന മാറ്റം എന്താണ്? താപം കൂടുന്ന സമയത്ത് അന്തരീക്ഷ മർദ്ദത്തിനുണ്ടാകുന്ന മാറ്റം ഏതാ? കുറയുകയാണ് അല്ലെ, കുറയുകയാണ് ചെയ്യുന്നത്. 95 കുതിര അക്ഷാംശം എന്നറിയപ്പെടുന്ന മേഖല ഏതാണ്? കുതിര അക്ഷാംശം എന്നറിയപ്പെടുന്ന മേഖല ഏതാണ്? ഏതാ? ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. ഓപ്ഷൻ എ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയാണ് ഏത്? കുതിര അക്ഷാംശം എന്ന് അറിയപ്പെടുന്നത്. 96 അന്തരീക്ഷ വായുവിലെ ജലാംശത്തിന്റെ അളവാണ് ഡാഷ്. അന്തരീക്ഷ വായുവിലെ ജലാംശത്തിന്റെ അളവാണ് ഡാഷ്. എന്താ? ആർദ്രതയാണ്. ഓപ്ഷൻ എ ആർദ്രത. 97 ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ന്യൂനമർദ്ദ മേഖലയിലേക്കുള്ള വായുവിന്റെ തിരശ്ചീന ചലനമാണ് ഡാഷ്. ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ന്യൂനമർദ്ദ മേഖലയിലേക്കുള്ള വായുവിന്റെ തിരശ്ചീന ചലനമാണ് ഡാഷ്. എന്താ? കാറ്റുകളാണ്. ഓപ്ഷൻ ബി കാറ്റുകൾ. 98 ഒരു നിശ്ചിത വ്യാപ്തം വായുവിൽ നീരാവിയുടെ അളവ് കൂടുതലാണെങ്കിൽ ആ വായുവിന്റെ മർദ്ദത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം. ഒരു നിശ്ചിത വ്യാപ്തം വായുവിൽ നീരാവിയുടെ അളവ് കൂടുതലാണെങ്കിൽ വായുവിന്റെ മർദ്ദത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം എന്താണ്? എന്തായിരിക്കും? മർദ്ദം എന്തായിരിക്കും? കുറയുകയാണല്ലേ ചെയ്യുക. ഓപ്ഷൻ ബി കുറയുകയാണ് ചെയ്യുക അല്ലെ. ഒരു നിശ്ചിത വ്യാപ്തം വായുവിൽ നീരാവിയുടെ അളവ് കൂടുതലാണെങ്കിൽ ആ വായുവിന്റെ മർദ്ദം എന്തായിരിക്കും? കുറവായിരിക്കും. 99 തിരശ്ചീന ചലനത്തിൽ അനുഭവപ്പെടുന്ന മർദ്ദ വ്യതിയാനം അറിയപ്പെടുന്നത് എന്താണ്? തിരശ്ചീന തലത്തിൽ അനുഭവപ്പെടുന്ന മർദ്ദ വ്യതിയാനം അറിയപ്പെടുന്നത് എന്താണ്? എന്താ? മർദ്ദച്ചെരിവാണ് കേട്ടോ. മർദ്ദച്ചെരിവ്. ഓപ്ഷൻ ബി മർദ്ദച്ചെരിവ്. 100 ഒരേ അന്തരീക്ഷ മർദ്ദമുള്ള സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകൾ ഏതാണ്? ഒരേ അന്തരീക്ഷ മർദ്ദമുള്ള സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകൾ ഏതാണ്? ഏതാ? സമമർദ്ദ മേഖലകളാണ് കേട്ടോ. സമമർദ്ദ മേഖലകൾ. 101 വർഷം മുഴുവൻ സൂര്യരശ്മികൾ ലംബമായിട്ട് പതിക്കുന്ന മേഖല ഏതാണ്? വർഷം മുഴുവൻ സൂര്യരശ്മികൾ ലംബമായിട്ട് പതിക്കുന്ന മേഖലയാണ് ഏത്? മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. 102 വർഷം മുഴുവൻ കൊടും തണുപ്പ് അനുഭവപ്പെടുന്ന മേഖല ഏതാണ്? വർഷം മുഴുവൻ കൊടും തണുപ്പ് അനുഭവപ്പെടുന്ന മേഖല ഏതാണ്? ഏതാ? ധ്രുവീയ ഉച്ചമർദ്ദ മേഖലയാണ് കേട്ടോ. ധ്രുവീയ ഉച്ചമർദ്ദ മേഖല. 103 ഭൗമോപരിതലത്തിൽ സ്വതന്ത്രമായിട്ട് ചലിക്കുന്ന വസ്തുക്കൾക്ക് ഭ്രമണം ഉത്തരാർദ്ധഗോളത്തിൽ സഞ്ചാര ദിശക്ക് വലത്തോട്ടും ദക്ഷിണാർദ്ധഗോളത്തിൽ സഞ്ചാര ദിശക്ക് ഇടത്തോട്ടും വ്യതിചലനം ഉണ്ടാകുന്നതിന് കാരണമാകുന്ന ബലം ഏതാണ്? ഭൂമിയുടെ ഉപരിതലത്തിൽ സ്വതന്ത്രമായിട്ട് ചലിക്കുന്ന വസ്തുക്കൾക്ക് ഭ്രമണം ഉത്തരാർദ്ധഗോളത്തിൽ സഞ്ചാര ദിശക്ക് വലത്തോട്ടും അതുപോലെ ദക്ഷിണാർദ്ധഗോളത്തിൽ സഞ്ചാര ദിശക്ക് ഇടത്തോട്ടും വ്യതിചലനം ഉണ്ടാകുന്നതിന് കാരണമാകുന്ന ബലം ഏതാണ്? എന്താ? കോറിയോലിസ് ബലമാണ് അല്ലെ. ഓപ്ഷൻ ഡി കോറിയോലിസ് ബലമാണ്. 104 ഭൂമധ്യരേഖക്ക് തെക്ക് 5 ഡിഗ്രി മുതൽ വടക്ക് 5 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന മേഖല ഏതാണ്? നമ്മൾ പറഞ്ഞതായിരുന്നു. ഏതായിരുന്നു? മധ്യരേഖ ന്യൂനമർദ്ദ മേഖല.
105-ാമത്തെ ചോദ്യം, കോറിയോലിസ് ബലത്തിന്റെ പ്രഭാവത്താൽ ഉത്തരാർദ്ധഗോളത്തിൽ കാറ്റുകൾ സഞ്ചാര ദിശക്ക് വലത്തോട്ടും ദക്ഷിണാർദ്ധഗോളത്തിൽ സഞ്ചാര ദിശക്ക് ഇടത്തോട്ടും വ്യതിചലിക്കുന്നു. ഇതിനുമായി ബന്ധപ്പെട്ട നിയമം ഏതാണ്? കോറിയോലിസ് ബലത്തിന്റെ പ്രഭാവത്താൽ ഉത്തരാർദ്ധഗോളത്തിൽ കാറ്റുകൾ സഞ്ചാര ദിശക്ക് വലത്തോട്ടും ദക്ഷിണാർദ്ധഗോളത്തിൽ സഞ്ചാര ദിശക്ക് ഇടത്തോട്ടും വ്യതിചലിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട നിയമം ഏതാണ്? ഫെറൽ നിയമമാണ് കേട്ടോ. ഫെറൽ നിയമം. ഓപ്ഷൻ സി, ഫെറൽ നിയമം. 106, ഫെറൽ നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഫെറൽ നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? അഡ്മിറൽ ഫെറൽ ആണ് കേട്ടോ. ഓപ്ഷൻ ഡി, അഡ്മിറൽ ഫെറൽ. 107, ജർമ്മൻ ഭാഷയിലെ ട്രെഡൻ എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? ജർമ്മൻ ഭാഷയിലെ ട്രെഡൻ എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? ഒരേ ദിശയിൽ വീശുന്ന കാറ്റുകളാണ് കേട്ടോ. ഒരേ ദിശയിൽ വീശുന്ന കാറ്റുകൾ എന്നാണ്. 108, ആഗോള മർദ്ദമേഖലകൾക്കിടയിൽ രൂപപ്പെടുന്ന കാറ്റുകൾ അറിയപ്പെടുന്നത് എന്താണ്? ആഗോള മർദ്ദമേഖലകൾക്കിടയിൽ രൂപപ്പെടുന്ന കാറ്റുകൾ അറിയപ്പെടുന്നത് എന്താണ്? ആഗോളവാദങ്ങളാണ്. ഓപ്ഷൻ ഡി, ആഗോളവാദങ്ങൾ. 109, ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകളിൽ നിന്നും മധ്യരേഖ ന്യൂനമർദ്ദ മേഖലകളിലേക്കുള്ള നിരന്തരം വീശുന്ന കാറ്റുകളാണ് ഡാഷ്. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകളിൽ നിന്ന് മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്ക് നിരന്തരം വീശുന്ന കാറ്റുകളാണ് ഡാഷ്. വാണിജ്യവാദങ്ങളാണ്. ഓപ്ഷൻ ബി, വാണിജ്യവാദങ്ങൾ. 110, ജർമ്മൻ ഭാഷയിലെ ട്രെഡൻ എന്ന പദത്തിന്റെ അർത്ഥം നമ്മൾ പറഞ്ഞു. 111, ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക് നിരന്തരം വീശുന്ന കാറ്റുകൾ ഏതാണ്? ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക് നിരന്തരം വീശുന്ന കാറ്റ് ഏതാണ്? പശ്ചിമവാദങ്ങളാണ്. ഓപ്ഷൻ ബി, പശ്ചിമവാദങ്ങൾ. 112, ദക്ഷിണാർദ്ധഗോളത്തിൽ 40 ഡിഗ്രി തെക്ക് അക്ഷാംശ പ്രദേശങ്ങളിൽ വിശാലമായ സമുദ്രങ്ങളിലൂടെ ആഞ്ഞു വീശുന്ന പശ്ചിമവാദങ്ങളാണ് ഡാഷ്. ദക്ഷിണാർദ്ധഗോളത്തിൽ 40 ഡിഗ്രി തെക്ക് അക്ഷാംശ പ്രദേശങ്ങളിൽ വിശാലമായ സമുദ്രങ്ങളിലൂടെ ആഞ്ഞു വീശുന്ന പശ്ചിമവാദങ്ങളാണ് റോറിംഗ് ഫോർട്ടീസ് അല്ലെ, റോറിംഗ് ഫോർട്ടീസ്. 113, പശ്ചിമവാദങ്ങളുടെ ദിശ എങ്ങോട്ടാണ്? പശ്ചിമവാദങ്ങളുടെ ദിശ എങ്ങോട്ടാണ്? പടിഞ്ഞാറോട്ടാണ് കേട്ടോ. പടിഞ്ഞാറ് ഭാഗത്തോട്ടാണ്. ഓപ്ഷൻ സി, പടിഞ്ഞാറ്. 114, ദക്ഷിണാർദ്ധഗോളത്തിൽ 50 ഡിഗ്രി അക്ഷാംശ പ്രദേശങ്ങളിൽ സമുദ്രത്തിലൂടെ ആഞ്ഞു വീശുന്ന പശ്ചിമവാദങ്ങളാണ് ഡാഷ്. ദക്ഷിണാർദ്ധഗോളത്തിൽ 50 ഡിഗ്രി അക്ഷാംശ പ്രദേശങ്ങളിൽ സമുദ്രത്തിലൂടെ ആഞ്ഞു വീശുന്ന പശ്ചിമവാദങ്ങൾ ഫ്യൂരിയസ് 50s ആണ്. ഓപ്ഷൻ ഡി, ഫ്യൂരിയസ് 50s. 115, ദക്ഷിണാർദ്ധഗോളത്തിൽ 60 ഡിഗ്രി അക്ഷാംശ പ്രദേശങ്ങളിൽ വിശാലമായ സമുദ്രങ്ങളിലൂടെ ആഞ്ഞു വീശുന്ന പശ്ചിമവാദങ്ങൾ ഏതാണ്? ശ്രീക്കിംഗ് 60s ആണ് കേട്ടോ. ശ്രീക്കിംഗ് 60s. ഓപ്ഷൻ എ, ശ്രീക്കിംഗ് 60s. 116, ഉച്ചമർദ്ദ കേന്ദ്രത്തിൽ നിന്ന് ഉപോഷ്ണ മേഖലയെ ലക്ഷ്യമാക്കി വീശുന്ന ഹിമക്കാറ്റുകൾ ഏതാണ്? ഉച്ചമർദ്ദ കേന്ദ്രത്തിൽ നിന്ന് ഉപോഷ്ണ മേഖലയെ ലക്ഷ്യമാക്കിക്കൊണ്ട് വീശുന്ന ഹിമക്കാറ്റുകൾ ഏതാണ്? ധ്രുവീയവാദങ്ങളാണ് കേട്ടോ. ധ്രുവീയവാദങ്ങൾ. 117, വടക്കേ അമേരിക്ക, വടക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾ, റഷ്യ എന്നീ മേഖലകളിലെ കാലാവസ്ഥ നിർണ്ണയിക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിക്കുന്ന കാറ്റുകൾ ഏതാണ്? വടക്കേ അമേരിക്ക, വടക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾ, റഷ്യ എന്നീ മേഖലകളിലെ കാലാവസ്ഥ നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന കാറ്റുകൾ ഏതാണ്? ധ്രുവീയ പൂർവ്വവാദങ്ങളാണ് കേട്ടോ. ധ്രുവീയ പൂർവ്വവാദങ്ങൾ. 118, ചില കാലങ്ങളിൽ മാത്രം ഉണ്ടാകുന്നതോ ചില പ്രദേശങ്ങളിൽ മാത്രം അനുഭവപ്പെടുന്നതുമായ കാറ്റുകൾ ഏതാണ്? ചില കാലങ്ങളിൽ മാത്രം ഉണ്ടാകുന്നതോ ചില പ്രദേശങ്ങളിൽ മാത്രം അനുഭവപ്പെടുന്നതുമായിട്ടുള്ള കാറ്റുകൾ ഏതാണ്? കാലികവാദങ്ങളാണ്. ഓപ്ഷൻ ബി, കാലികവാദങ്ങൾ. 119, ഋതുക്കളിൽ ആവർത്തിക്കുന്ന കാറ്റുകൾക്ക് ഉദാഹരണം ഏതാണ്? ഋതുക്കളിൽ ആവർത്തിക്കുന്ന കാറ്റുകൾക്ക് ഉദാഹരണം മൺസൂൺ കാറ്റുകളാണ്. ഓപ്ഷൻ എ, മൺസൂൺ കാറ്റുകൾ. 120, മൗസിം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? മൗസിം എന്ന വാക്കിന്റെ അർത്ഥം
ഋതുക്കളാണ്. ഓപ്ഷൻ ഡി ഋതുക്കള്. 121 മൺസൂൺ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? മൺസൂൺ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? കാലത്തിനൊത്ത് ദിശ മാറുന്ന കാറ്റുകൾ. ഓപ്ഷൻ സി കാലത്തിനൊത്ത് ദിശ മാറുന്ന കാറ്റുകൾ. മൗസിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഋതുക്കളാണ്. മൺസൂൺ എന്ന വാക്കിന്റെ അർത്ഥം കാലത്തിനൊത്ത് ദിശ മാറുന്ന കാറ്റുകൾ. 122 മൺസൂൺ കാറ്റുകളുടെ ഗതിമാറ്റം ആദ്യമായിട്ട് നിരീക്ഷിച്ചത് ആരാണ്? മൺസൂൺ കാറ്റുകളുടെ ഗതിമാറ്റം ആദ്യമായിട്ട് നിരീക്ഷിച്ചത് ആരാണ്? ആരാ? ഹിപ്പാലസ് ആണ് അല്ലെ, ഹിപ്പാലസ്. ഓപ്ഷൻ സി ഹിപ്പാലസ്. 123 കാലത്തിനൊത്ത് ദിശ മാറുന്ന മൺസൂൺ കാറ്റുകളുടെ കയ്യിൽ സന്ദേശം കൊടുത്തയക്കുന്നു എന്ന ഭാവനയിൽ കാളിദാസൻ രചിച്ച കാവ്യം ഏതാണ്? കാലത്തിനൊത്ത് ദിശ മാറുന്ന മൺസൂൺ കാറ്റുകളുടെ കയ്യിൽ സന്ദേശം കൊടുത്തയക്കുന്നു എന്ന ഭാവനയിൽ കാളിദാസൻ രചിച്ച കാവ്യം ഏതാണ്? ഏതാ? മേഘസന്ദേശം. ഓപ്ഷൻ സി മേഘസന്ദേശം. 124 പകൽ സമയത്ത് പർവ്വത മുകളിലൂടെ വായു ചൂടുപിടിച്ചു വരുന്നതിനാൽ താരതമ്യേന ചൂട് കുറഞ്ഞ താഴ്വരയിൽ നിന്നും മുകളിലേക്ക് പർവ്വതച്ചെരിവിലൂടെ വീശുന്ന കാറ്റാണ് ഡാഷ്. പകൽ സമയത്ത് പർവ്വതത്തിന്റെ മുകളിലൂടെ വായു ചൂടുപിടിച്ചു വരുന്നതിനാൽ താരതമ്യേന ചൂട് കുറഞ്ഞ താഴ്വരയിൽ നിന്നും മുകളിലേക്ക് പർവ്വതച്ചെരിവിലൂടെ വീശുന്ന കാറ്റാണ് ഡാഷ്. ഏതാ? താഴ്വരക്കാറ്റാണ്. ഓപ്ഷൻ സി താഴ്വരക്കാറ്റ്. 125 ഒരു പ്രത്യേക പ്രദേശത്ത് മാത്രമായിട്ട് അനുഭവപ്പെടുന്ന കാറ്റുകൾ ഏതാണ്? ഒരു പ്രത്യേക പ്രദേശത്ത് മാത്രമായിട്ട് അനുഭവപ്പെടുന്ന കാറ്റുകൾ ഏതാ? പ്രാദേശികവാദങ്ങളാണ്. ഓപ്ഷൻ സി പ്രാദേശികവാദങ്ങൾ. 126 വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചെരിവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റ് ഏതാണ്? വടക്കൻ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചെരിവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റ് ഏതാണ്? ഏതാ? ചിനൂക്കാണ്. ഓപ്ഷൻ ഡി ചിനൂക്ക്. 127 കനേഡിയൻ സമതലങ്ങളിലെ ഗോതമ്പ് കൃഷിക്ക് ഏറെ പ്രയോജനപ്രദമായ കാറ്റ് ഏതാണ്? കനേഡിയൻ സമതലങ്ങളിലെ ഗോതമ്പ് കൃഷിക്ക് ഏറെ പ്രയോജനപ്രദമായ കാറ്റ് ഏതാണ്? ഏതാ? ചിനൂക്കാണ്. ഓപ്ഷൻ ബി ചിനൂക്ക്. 128 ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ നിന്ന് പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് വീശുന്ന പ്രാദേശികവാദം ഏതാണ്? ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ നിന്ന് പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് വീശുന്ന പ്രാദേശികവാദം ഏതാണ്? ഏതാ? ഹർമാറ്റൺ ആണ്. ഓപ്ഷൻ ബി ഹർമാറ്റൺ. 129 ഡോക്ടർ എന്നറിയപ്പെടുന്ന പ്രാദേശികവാദം ഏതാണ്? ഡോക്ടർ എന്നറിയപ്പെടുന്ന പ്രാദേശികവാദം ഏതാ? ഹർമാറ്റൺ. ഓപ്ഷൻ സി ഹർമാറ്റൺ. 130 സ്പെയിനിൽ അനുഭവപ്പെടുന്ന വരണ്ട കാറ്റ് ഏതാണ്? സ്പെയിനിൽ അനുഭവപ്പെടുന്ന വരണ്ട കാറ്റ് ഏതാ? ലവൻഡേ ആണ്. ഓപ്ഷൻ എ ലവൻഡേ. 131 ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റ് ഏതാണ്? ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റ് ഏതാ? ലൂ ആണ്. ഓപ്ഷൻ എ ലൂ ആണ്. 132 ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യയിൽ വീശുന്ന പ്രാദേശികവാദം ഏതാണ്? ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യയിൽ വീശുന്ന പ്രാദേശികവാദം ഏതാ? മാംഗോ ഷവർ അല്ലെ, മാംഗോ ഷവേഴ്സ് ആണ്. 133 ചില പ്രത്യേക അന്തരീക്ഷ അവസ്ഥകളിൽ രൂപം കൊള്ളുന്നതും തികച്ചും വ്യത്യസ്ത സ്വഭാവ സവിശേഷതയോടുകൂടിയ കാറ്റുകളാണ് ഡാഷ്. ചില പ്രത്യേക അന്തരീക്ഷ അവസ്ഥകളിൽ രൂപം കൊള്ളുന്നതും തികച്ചും വ്യത്യസ്ത സ്വഭാവ സവിശേഷതയോടുകൂടിയ കാറ്റുകളാണ് ഡാഷ്. ഏതാ? അസ്ഥിരവാദങ്ങളാണ് അല്ലെ, അസ്ഥിരവാദങ്ങൾ. 134 കോറിയോലിസ് പ്രഭാവത്താൽ ഉത്തരാർദ്ധഗോളത്തിലെ ചക്രവാതങ്ങളിൽ കാറ്റ് വീശുന്നത് ഏത് ദിശയിലേക്കായിരിക്കും? കോറിയോലിസ് പ്രഭാവത്താൽ ഉത്തരാർദ്ധഗോളത്തിലെ ചക്രവാതങ്ങളിൽ കാറ്റ് വീശുന്നത് ഏത് ദിശയിലേക്കാണ്? ഏതാ? എതിർഘടികാര ദിശയിലാണ്. എതിർഘടികാര ദിശയിലാണ്. 135 ചക്രവാതങ്ങൾ ദക്ഷിണാർദ്ധഗോളത്തിൽ വീശുന്നത് ഏത് ദിശയിലാണ്? ചക്രവാതങ്ങൾ ദക്ഷിണാർദ്ധഗോളത്തിൽ വീശുന്നത് ഏത് ദിശയിലാണ്? ഏതാ? ഘടികാര ദിശയിലുമാണ്. ഓപ്ഷൻ ബി ഘടികാര ദിശയിലാണ്. 136 ലക്ഷദ്വീപിലും കേരളത്തിന്റെ തീരപ്രദേശങ്ങളിലും ഓഖി ചുഴലിക്കാറ്റ്
വീശിയ വർഷം ഏതാണ്? നമ്മൾ പറഞ്ഞതാന്ന് തോന്നുന്നുണ്ട്. 2017 നവംബർ ആണ് അല്ലേ, മുൻപേ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇനി 137 ഉച്ചമർദ്ദ കേന്ദ്രങ്ങളിൽ നിന്ന് ചുറ്റുമുള്ള ന്യൂനമർദ്ദ പ്രദേശങ്ങളിലേക്ക് ശക്തമായ കാറ്റ് ചുഴറ്റി വീശുന്ന പ്രതിഭാസം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉച്ചമർദ്ദ കേന്ദ്രങ്ങളിൽ നിന്ന് ചുറ്റുമുള്ള ന്യൂനമർദ്ദ പ്രദേശങ്ങളിലേക്ക് ശക്തമായിട്ട് കാറ്റ് ചുഴറ്റി വീശുന്ന പ്രതിഭാസം ഏതാ? പ്രതിചക്രവാതങ്ങളാണ്. ഓപ്ഷൻ ഡി, പ്രതിചക്രവാതങ്ങൾ. 138 പ്രതിചക്രവാതം ഉത്തരാർദ്ധഗോളത്തിൽ വീശുന്ന ദിശ ഏതാണ്? പ്രതിചക്രവാതം ഉത്തരാർദ്ധഗോളത്തിൽ വീശുന്ന ദിശ ഏതാ? ഘടികാര ദിശയിലാണ്. ഓപ്ഷൻ സി, ഘടികാര ദിശയിലാണ്. 139 പ്രതിചക്രവാതം ദക്ഷിണാർദ്ധഗോളത്തിൽ വീശുന്നത് ഏത് ദിശയിലാണ്? പ്രതിചക്രവാതം ദക്ഷിണാർദ്ധഗോളത്തിൽ വീശുന്നത് ഏത് ദിശയിലാണ്? എതിർ ഘടികാര ദിശയിലാണ്. ഓപ്ഷൻ ഡി, എതിർ ഘടികാര ദിശയിലാണ്. 140 ഒക്ടോബർ നവംബർ മാസങ്ങളിലായിട്ട് ഇന്ത്യ മൊത്തം അനുഭവപ്പെടുന്ന ഉയർന്ന ഊഷ്മാവും ആർദ്രതയും നിറഞ്ഞ അവസ്ഥയാണ് ഡാഷ്. ഒക്ടോബർ നവംബർ മാസങ്ങളിലായിട്ട് ഇന്ത്യ മൊത്തം അനുഭവപ്പെടുന്ന ഉയർന്ന ഊഷ്മാവും ആർദ്രതയും നിറഞ്ഞ അവസ്ഥയാണ് ഡാഷ്. ഒക്ടോബർ ഹീറ്റാണ്. ഒക്ടോബർ ഹീറ്റാണ്. 141 ചുവടെ നൽകിയിരിക്കുന്നത് ശരിയായ പ്രസ്താവന ഏതാന്ന് കണ്ടെത്താം. 1 വാസ്കോഡ ഗാമ കോഴിക്കോടിനടുത്ത് കാപ്പാട് എത്തിയത് 1498 ഏപ്രിൽ 24-നാണ്. 2 വാസ്കോഡ ഗാമ ഇന്ത്യയെ തേടി യാത്ര ആരംഭിച്ച തുറമുഖം ലിസ്ബൺ ആണ്. 3 ലിസ്ബൺ തുറമുഖത്തിൽ നിന്ന് വാസ്കോഡ ഗാമ യാത്ര പുറപ്പെട്ടത് 1497 ജൂലൈ 8-നാണ്. 4 മാലിന്ത്യയിൽ നിന്നും കേരളത്തിലെത്താൻ ഗാമയെ സഹായിച്ചത് വടക്ക് കിഴക്കൻ മൺസൂൺ ആണ്. ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്താം. 2ഉം 3ഉം മാത്രമേ എന്തുള്ളൂ? ശരിയായ പ്രസ്താവനകളുള്ളൂ. ഓപ്ഷൻ എ ആണ്. 2ഉം 3ഉം എന്തുള്ളൂ? ശരിയായ പ്രസ്താവനകളുള്ളൂ. ബാക്കി തെറ്റായ 2 പ്രസ്താവന എന്തുണ്ട്? നമ്മൾ മുന്നേ പറഞ്ഞ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അതൊരു ഒരു പ്രസ്താവന ചോദ്യമാക്കിയിട്ട് ഇട്ടേന്നേ ഉള്ളൂ. 142 ചോദ്യം. ചുവടെ നൽകിയിരിക്കുന്നതിൽ പ്രാദേശിക വാദങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? താഴെ തന്നിരിക്കുന്നതിൽ പ്രാദേശിക വാദങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? മൺസൂൺ അല്ലെ. ഓപ്ഷൻ ബി, മൺസൂൺ ആണ്. 143 ചുവടെ നൽകിയിരിക്കുന്നതിൽ കാറ്റിന്റെ വേഗതയെയും ദിശയെയും സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ചുവടെ നൽകിയിരിക്കുന്നതിൽ കാറ്റിന്റെ വേഗതയും അതുപോലെ ദിശയെയും സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ആർദ്രതയാണ്. ഓപ്ഷൻ ഡി, ആർദ്രത. 144 ചുവടെ നൽകിയിരിക്കുന്നതിൽ ആഗോളവാദങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ചുവടെ നൽകിയിരിക്കുന്നതിൽ ആഗോളവാദങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ചക്രവാദങ്ങൾ. ഓപ്ഷൻ സി, ചക്രവാദങ്ങൾ. 145 ചുവടെ നൽകിയിരിക്കുന്നതിൽ കാലികവാദങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ചുവടെ നൽകിയിരിക്കുന്നതിൽ കാലികവാദങ്ങളിൽ ഉൾപ്പെടാത്തത് മാംഗോ ഷവർ ആണ്. ഓപ്ഷൻ ഡി, മാംഗോ ഷവർ. 146 ചുവടെ നൽകിയിരിക്കുന്നതിൽ വായുമർദ്ദത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? താഴെ തന്നിരിക്കുന്നതിൽ വായുമർദ്ദത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? കോറിയോലിസ് പ്രഭാവമാണ്. ഓപ്ഷൻ ബി, കോറിയോലിസ് പ്രഭാവം. 147 ചുവടെ നൽകിയിരിക്കുന്നതിൽ അസ്ഥിരവാദത്തിന് ഉദാഹരണം ഏതാണെന്ന് കണ്ടെത്താം. അസ്ഥിരവാദത്തിന് ഉദാഹരണം അസ്ഥിരവാദത്തിന് ഉദാഹരണം പ്രതിചക്രവാദമാണ് അല്ലെ. ഓപ്ഷൻ സി ആണ്, പ്രതിചക്രവാദം. 148 ചോദ്യം. ചുവടെ നൽകിയിരിക്കുന്നതിൽ നിന്ന് ചിനൂക്കുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയാണ്? അതായത് ചിനൂക്കുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനകൾ. ഒന്നാമത്തത്, വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചെരുവിലൂടെ വീശുന്ന കാറ്റുകളാണ് ചിനൂക്ക്. 2 ചിനൂക്ക് എന്ന വാക്കിന്റെ അർത്ഥം മഞ്ഞുതീനി എന്നാണ്. 3 കനേഡിയൻ സമതലങ്ങളിലെ ഗോതമ്പ് കൃഷിക്ക് ഏറ്റവും പ്രയോജനപ്രദമായ കാറ്റുകളാണ് ഇവ. 4 കാറ്റുകളുടെ ഫലമായിട്ട് റോക്കി പർവ്വതനിരയുടെ കിഴക്കേ ചെരുവിലൂടെ മഞ്ഞുരുകി മാറുന്നു.
5 ചിനൂക്ക് ഒരു അസ്ഥിരവാദത്തിന് ഉദാഹരണമാണ്. ഇതിൽ ചിനൂക്കുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനകൾ ഏതാണെന്ന് കണ്ടെത്താം. ഏതൊക്കെയാ? 1, 2, 3, 4 ഓപ്ഷൻ സി ആണ്. 1, 2, 3, 4 എന്ത്? ചിനൂക്കുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനകൾ. 149 ചോദ്യം. ചുവടെ നൽകിയിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാണെന്ന് കണ്ടെത്താം. ശരിയായ പ്രസ്താവനയാണ് ചുവടെ നൽകിയിരിക്കുന്ന ശരിയായ പ്രസ്താവന. 1 ഉയരം കൂടുന്നതനുസരിച്ച് അന്തരീക്ഷ മർദ്ദം കൂടുന്നു. 2 ഉയരവും അന്തരീക്ഷ മർദ്ദവും വിപരീത അനുപാതത്തിലാണ്. 3 താപം കൂടുമ്പോൾ അന്തരീക്ഷ മർദ്ദം കുറയുന്നു. 4 താപം കുറയുമ്പോൾ അന്തരീക്ഷ മർദ്ദം കുറയുന്നു. 5 താപവും അന്തരീക്ഷ മർദ്ദവും നേർ അനുപാതത്തിലാണ്. ഇതിൽ ഈ 5 പ്രസ്താവനയിൽ നിന്ന് ശരിയായ പ്രസ്താവന ഏതൊക്കെയാണെന്ന് കണ്ടെത്താം. ഏതാ? ഓപ്ഷൻ ഡി ആണ് കേട്ടോ. 2, 3 എന്തുള്ളൂ? ശരിയായ പ്രസ്താവനകളുള്ളൂ. 150 ചോദ്യം. ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനയിൽ തെറ്റായ പ്രസ്താവന ഏതാന്ന് കേട്ടോ. തെറ്റാണ് വേണ്ടത് ഇതിനകത്ത്. 1 ഉത്തരായന കാലത്ത് മർദ്ദമേഖലകൾ നീങ്ങുന്നത് വടക്കോട്ടാണ്. 2 ദക്ഷിണായന കാലത്ത് മർദ്ദമേഖലകൾ നീങ്ങുന്നത് വടക്കോട്ടാണ്. 3 ഉത്തരായന കാലത്ത് മർദ്ദമേഖലകൾ നീങ്ങുന്നത് തെക്കോട്ടാണ്. 4 ദക്ഷിണായന കാലത്ത് മർദ്ദമേഖലകൾ നീങ്ങുന്നത് തെക്കോട്ടാണ്. ഇതിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ഏതൊക്കെയാ? 2, 3 കേട്ടോ. തെറ്റായ പ്രസ്താവന ഏതൊക്കെയാ? പ്രസ്താവന 2, 3 എന്ത്? തെറ്റായത്. 151 ചുവടെ നൽകിയിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാണെന്ന് കണ്ടെത്തുക. ശരിയാണ് വേണ്ടത്. 1 കടൽക്കാറ്റ് വീശുന്നത് രാത്രി സമയങ്ങളിലാണ്. 2 കരക്കാറ്റ് വീശുന്നത് രാത്രി സമയങ്ങളിലാണ്. 3 താഴ്വരക്കാറ്റ് വീശുന്നത് പകൽ സമയങ്ങളിലാണ്. 4 പർവ്വതക്കാറ്റ് വീശുന്നത് പകൽ സമയങ്ങളിലാണ്. ഇതിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഏതൊക്കെയാ? 2, 3 മാത്രമേ എന്തുള്ളൂ? ശരിയായ പ്രസ്താവനകളുള്ളൂ. 152 വടക്കേ അമേരിക്കയിലെ പർവ്വതനിരയുടെ കിഴക്കൻ ചെരിവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റ് ഏതാണ്? വടക്കൻ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചെരിവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റ് ഏതാണ്? ഏതാ? ചിനൂക്കാണല്ലോ. ഓപ്ഷൻ ഡി ചിനൂക്ക്. 153 ഡോക്ടർ എന്നറിയപ്പെടുന്ന പ്രാദേശിക വാദം ഏതാണ്? ഡോക്ടർ എന്നറിയപ്പെടുന്നത് നമ്മൾ പറഞ്ഞു ഏതാ? ഹർമാറ്റൺ ആണ്. 154 ചോദ്യം. ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനയിൽ മൺസൂണുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്താം. 1 മൺസൂൺ എന്ന പദം രൂപം കൊണ്ടത് മൗസിം എന്ന അറബി പദത്തിൽ നിന്നാണ്. 2 മൗസിം എന്ന വാക്കിന്റെ അർത്ഥം ഋതുക്കൾ എന്നാണ്. 3 മൺസൂൺ എന്ന വാക്കിന്റെ അർത്ഥം കാലത്തിനൊത്ത് ദിശ മാറുന്ന കാറ്റുകൾ എന്നാണ്. 4 മൺസൂൺ കാറ്റുകളുടെ ഗതിമാറ്റം ആദ്യമായിട്ട് നിരീക്ഷിച്ച അറബി പണ്ഡിതനാണ് ഹിപ്പാലസ്. 4 മൺസൂൺ കാറ്റുകളുടെ 5 ഋതുക്കളിൽ ആവർത്തിക്കുന്ന കാറ്റുകൾക്ക് ഉദാഹരണമാണ് മൺസൂൺ കാറ്റുകൾ. ഇതിൽ മൺസൂണുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനകൾ, അതായത് നമ്മൾ മുന്നേ ചോദിച്ച 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഒരു പ്രസ്താവനയായിട്ട് തന്നു എന്ന് മാത്രം. എന്താ ഇതിൻ്റെ അർത്ഥം? 1, 2, 3, 4, 5 ഈ 5 പ്രസ്താവനകൾ എന്താണ്? ശരിയായ പ്രസ്താവനകൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ 10ാം ക്ലാസ്സിൽ നിന്നുള്ള ബയോളജി കഴിഞ്ഞു, അതുപോലെ കെമിസ്ട്രി കഴിഞ്ഞിട്ടുണ്ട്, ഫിസിക്സും കഴിഞ്ഞു, ഇപ്പോൾ ഭൂമിശാസ്ത്രവും കഴിഞ്ഞു. 2 വീഡിയോയുടെ ഭൂമിശാസ്ത്രവും കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഭൂമിശാസ്ത്രത്തിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ 230ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ ചാനലിൽ കയറി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ പ്ലേലിസ്റ്റ് കയറിയിട്ട് SCRT 10th സ്റ്റാൻഡേർഡ് എന്നുണ്ട്. അതായത് 10ാം ക്ലാസ്സിൽ ഇതുവരെ ചെയ്ത SCRTത്തെ വീഡിയോസൊക്കെ പ്ലേലിസ്റ്റിൽ കാണും. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഹിസ്റ്ററിയുടെ ഭാഗത്തുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ചെയ്യാണ്ട് അത് നമ്മൾ അടുത്ത ക്ലാസ് തൊട്ട് നമ്മൾ എന്ത് ചെയ്യും? ഹിസ്റ്ററി കൂടി കംപ്ലീറ്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ 9ാം ക്ലാസ്സിലെയും 8ാം ക്ലാസ്സിലെയും ഭാഗങ്ങൾ ചെയ്യുന്നതായിരിക്കും.